ഹലോ സുഹൃത്തെ, എന്തൊക്കെയുണ്ട്? ഒരു വലിയ യാഥാർത്ഥ്യമാണ്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് കൂട്ടുകെട്ട്. അതേപോലെ തന്നെ ഒരു നല്ല പുസ്തകം 100 നല്ല കൂട്ടുകാർക്ക് സമമാണ്. പക്ഷെ അതേപോലെ തന്നെ ഒരു നല്ല കൂട്ടുകാരൻ ഒരു ലൈബ്രറിക്ക് തുല്യമാണ്. അതായത് പറഞ്ഞു വന്നത്, ഒരു നല്ല കൂട്ടുകാരൻ നമുക്ക് ഒരുപാട് വാല്യൂസ് അതേപോലെ മെസ്സേജസ് ആണ് തന്നിട്ട് പോകുന്നത്. സുഹൃത്തെ, ഇന്ന് അതിനെക്കുറിച്ച് തന്നെയാണ് സുഹൃത്തെ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാം. നമ്മുടെ ചുറ്റും പല വ്യക്തികളുണ്ട്, പക്ഷെ എങ്ങനെ അവരെ നമ്മുടെ കൂട്ടുകാരാക്കാം എന്ന കാര്യം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ആദ്യമായിട്ട് അവരോട് പോയി സംസാരിക്കുമ്പോൾ ഒരു ഔക്വേർഡ്നെസ് ഫീൽ ചെയ്യും, ഒരു വല്ലാതെ ഫീൽ ചെയ്യും. ഇന്ന് ഈ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നെയാണ് എങ്ങനെ സമർത്ഥമായി കൂട്ടുകാരെ ഉണ്ടാക്കാം. സോ ഇന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് കടക്കാം. അതിനുമുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ആദ്യത്തെ കാര്യമാണ് റിമെമ്പർ നെയിംസ്. ഓരോ വ്യക്തികൾക്കും അവരുടെ പേര് വളരെയധികം ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വേറെ കളിയാക്കുന്ന പേരുകളും ഉണ്ട്, അത് ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും. സോ എന്തായാലും നിങ്ങൾക്കും കളിയാക്കുന്ന പേര് അങ്ങനെ വല്ല പേരുകളുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ, നമുക്കൊന്ന് നോക്കാലോ. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം പേര് ഓരോ വ്യക്തികൾക്ക് സ്പെഷ്യലാണ്. പലവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് തൻ്റെ പേര് ബാക്കിയുള്ളവർ പറയുന്നത്. അത് തന്നെയാണ് യൂട്യൂബിൽ പലപ്പോഴും നമ്മൾ ഷോർട്ട് ഔട്ട് കൊടുക്കാൻ പറയുന്നത്. ഈ ഒരു ചാനലിന് അല്ലെങ്കിൽ ഈ ഒരു ഐഡിക്ക് ഷോർട്ട് ഔട്ട്, അല്ലെങ്കിൽ പലവരും സൂപ്പർ ചാറ്റ്സ് പോലും കൊടുക്കാറുണ്ട് സ്വന്തം പേരൊന്ന് ആ ഒരു യൂട്യൂബർ പറയാൻ വേണ്ടി. അപ്പോൾ തന്നെ നമുക്ക് ആ പേരിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ സമർത്ഥമായി കൂട്ടുകാരുണ്ടാക്കാം എന്ന വിഷയത്തെക്കുറിച്ച്. നമ്മളൊരു കൂട്ടുകാരനുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് അയാളുടെ പേരെടുത്ത് പറയാം. ഇപ്പോൾ രാഹുലാണെങ്കിൽ, എടാ രാഹുലേ, എടാ ഇങ്ങനെ ചെയ്താലോടാ രാഹുലേ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് അയാളുടെ പേരൊന്ന് സ്പെസിഫൈ ചെയ്യുക. അത് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യും, നിങ്ങളുടെ കൂട്ടിനെ കുറച്ചും കൂടി ബലമുള്ളതാക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രായം കൂടിയ ആൾക്കാരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടെങ്കിൽ നിങ്ങൾക്ക് മാമ, ചേട്ട, ബ്രോ, സർ ഇങ്ങനെയൊക്കെ വിളിച്ചും നിങ്ങൾക്ക് കൂട്ടാവാം. അടുത്ത രണ്ടാമത്തെ കാര്യമാണ് നെവർ ടെൽ എനിബഡി ദാറ്റ് ദേ ആർ റോങ്. തെറ്റ് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. തെറ്റ് ചെയ്യാത്തതായിട്ട് ആരുണ്ട് മോനെ? നിങ്ങളുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ജോലി ചെയ്യുന്നിടത്തുള്ള കൊളീഗ് ആയിക്കോട്ടെ, അങ്ങനെ ആരായാലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പറയരുത്, എടാ നീ ചെയ്തത് ഭയങ്കര വലിയ തെറ്റായി പോയാലോടാ പോവേ, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയരുത്. അത് ആ ഒരു കൂട്ടുകെട്ടിനെ ഒരു നല്ല രീതിക്ക് കൊണ്ടുപോവില്ല സുഹൃത്തെ. അതിന് പകരം ആ ഒരു കൂട്ടുകെട്ട് ഹെൽത്തി ആക്കാൻ വേണ്ടി ആ ഒരു തെറ്റ് അയാളെ മനസ്സിലാക്കി കൊടുക്കുക. ദേഷ്യപ്പെടാതെ കാര്യം മനസ്സിലാക്കി കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എടാ ഈ പ്രായത്തിൽ ഈ ഒരു സമയത്ത് ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത് സംഭവം ശരിയല്ല, തെറ്റാണ്, നീ ഒന്ന് മാറ്റാൻ ശ്രമിക്കേ. ഇങ്ങനെ നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ആക്കി കൊടുക്കാം. അയാളുടെ ആ ഒരു തെറ്റ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ തെറ്റ് മനസ്സിലാവുകയും ചെയ്യും, ആ ഒരു കൂട്ടുകെട്ട് ഹെൽത്തി ആയിട്ട് തന്നെ തുടരുകയും ചെയ്യും. അടുത്ത മൂന്നാമത്തെ കാര്യമാണ് മാച്ച് ദ എനർജി ലെവൽ. ഒരുപക്ഷെ നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും, നിങ്ങളൊരു നല്ല മൂഡിലായിരിക്കും ആ ഒരു വ്യക്തിയെടുത്ത് സംസാരിക്കാൻ ചെല്ലുന്നത്. പക്ഷേ ആ വ്യക്തി നല്ല മൂഡിലല്ലായിരിക്കും, നല്ല ദേഷ്യത്തിലായിരിക്കും. എന്തെങ്കിലും കാര്യം കണ്ടിട്ട് ദേഷ്യത്തിലോ ആ ഒരു മൂഡിലല്ലായിരിക്കും, ഒരു ഹാപ്പി മൂഡിലല്ലായിരിക്കും അയാൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ വളരെയധികം ദയനീയകരമായിരിക്കും. അതായത് സുഹൃത്തെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരാളടുത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അയാളുടെ മൂഡൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അയാളുടെ മൂഡ് എങ്ങനെയാണോ അതിനൊത്തായിരിക്കണം നമ്മളും സംസാരിക്കണം. അല്ലാതെ അയാൾ ദേഷ്യത്തോടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കും. അടുത്ത നാലാമത്തെ കാര്യമാണ് നെവർ ആർഗ്യൂ. ഒരു നല്ല സുഹൃത്ത് ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യമില്ലാതെ വഴക്കിടാൻ പോകരുത്. നമ്മളൊരു വലിയ സത്യമാണ്, ചുമ്മാ ആർഗ്യുമെന്റ് പോവുകയാണെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട് നല്ല ഹെൽത്തിയറായിട്ട് പോവില്ല. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രണ്ട് വ്യക്തികൾ, രണ്ട് പാർട്ടികൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, ഇതെന്തായാലും വഴക്കിലെ അവസാനിക്കൂ. ഏത് പാർട്ടിയാണ് നല്ലത്, ഏത് പാർട്ടിയാണ് ചീത്ത, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു വഴക്കിലേ എത്തും. സോ പറ്റുന്നത്രയും നമ്മളൊരു ആർഗ്യുമെന്റ് ഒഴിവാക്കാൻ നോക്കണം. അതിന് പകരം ഒരു ഡിസ്കഷനിലേക്ക് കടക്കുക. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കുക, എന്നിട്ട് അയാളോട് ചോദിക്കുക, എടാ ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ, അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് ആ ഒരു കാര്യത്തെ കൊണ്ടുപോവുക, ആർഗ്യുമെന്റിലേക്ക് തള്ളിവിടാതിരിക്കുക. അടുത്ത അവസാനത്തെ ഇമ്പോർട്ടൻ്റ്
അഞ്ചാമത്തെ കാര്യം, ബി ഇൻ എ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. നമ്മൾ എപ്പോഴും നമ്മുടെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. പറ്റുന്നത്രയും ഐ കോണ്ടാക്ട് മെയിൻ ചെയ്യുക. അതേപോലെ ഒരു ടച്ച് കൊടുക്കുക. തോളത്ത് തട്ടി ഓരോ കോമഡിക്കൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്നെസ്, ഒരു അപ്രോച്ചബിൾ ഫീൽ ആയിരിക്കണം നമ്മൾ എപ്പോഴും നിൽക്കേണ്ടത്. സുഹൃത്തെ, പറഞ്ഞു എന്ന് വേറൊന്നുമല്ല, നമ്മൾ എപ്പോഴും നമ്മുടെ കൂട്ടുകാരനുമായിട്ട് സംസാരിക്കുമ്പോൾ ഓപ്പണായിട്ട്, നിഷ്കളങ്കമായി, അപ്രോച്ചബിൾ ആയിട്ട് സംസാരിക്കുക. നമ്മൾ ഒരിക്കലും ഒരു പന്ന മൂടി നിന്ന് സംസാരിക്കാതെ ഓപ്പണായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൂട്ടുകെട്ട് ഹെൽത്തി ആവും, ആ ഒരു കമ്മ്യൂണിക്കേഷനും നല്ലതാവും. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും ചിന്തിക്കാതെ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ ടെൻഷൻ അടിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആവില്ല. ബി ഓപ്പൺ. അതേ സുഹൃത്തെ, ബി ഓപ്പൺ മാൻ. സോ സുഹൃത്തെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ 5 ടിപ്സും ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക, എന്നിട്ട് അപ്രോച്ച് ചെയ്യുക. സോ സുഹൃത്തെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടത് വരുന്നു. ഇതേപോലെ ഒരുപാട് വീഡിയോസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ സുഹൃത്തെ, പ്ലീസ് ചെക്ക് ദ ചാനൽ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ സുഹൃത്തെ, താങ്ക് യു. കീപ് സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ്.